നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതായി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് മുൻപിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ പരാതിപ്പെട്ടിട്ടില്ല എന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പറഞ്ഞു മന്ത്രി K രാജൻ. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്നാണ് ഇതുവരെ കിട്ടിയിട്ടുള്ള തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ ജോയിന്റ് കമ്മീഷണർ കണ്ടെത്തിയതെന്നും മന്ത്രി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വ്യക്തമാക്കി. T സിദ്ദിഖ്, K ബാബു, TJ വിനോദ്, സനീഷ് കുമാർ ജോസഫ് എന്നിവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി K രാജൻ. ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് മന്ത്രി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പറഞ്ഞത്. മാത്രമല്ല, ഈ മറുപടി കൂടാതെ അന്വേഷണ റിപ്പോർട്ട് സംബന്ധിച്ച വിശദീകരണ കുറിപ്പ് കൂടി അനുബന്ധമായി ചേർക്കുകയും ചെയ്തുവെന്നതും ഏറ്റവും ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ്. പെട്രോൾ പമ്പിന് എതിർപ്പില്ലാ രേഖ നൽകുന്നതിൽ ADMന്റെ ഭാഗത്ത് കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് കണ്ടെത്തിയെന്നും മന്ത്രി വ്യക്തമാക്കി. ADMന്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് PP ദിവ്യയെ ക്ഷണിക്കാതെ കയറി വരികയായിരുന്നു. ചടങ്ങ് തുടങ്ങാറായോ എന്നറിയാൻ കളക്ടറുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ ദിവ്യയുടെ CA അന്നേ ദിവസം വിളിച്ചു. പ്രാദേശിക ചാനലെത്തി പരിപാടി ചിത്രീകരിച്ചതും ദിവ്യ ആവശ്യപ്പെട്ടിട്ടാണ്. ചടങ്ങിന് ശേഷം നവീൻ ബാബു മാനസിക സമ്മർദ്ദത്തിലും വിഷമത്തിലുമായി എന്നതിന് തെളിവുകളുണ്ട്. നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് വിശദമായ പോലീസ് അന്വേഷണം ആവശ്യമാണെന്ന് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നതാണ്. പോലീസ് അന്വേഷണത്തിനോടനുബന്ധിച്ച് ആവശ്യപ്പെട്ടാൽ റിപ്പോർട്ടിലെ രേഖകളും മൊഴികളും കൈമാറുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ ചോദ്യം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉന്നയിക്കപ്പെട്ടു. ഉപചോദ്യങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായിരുന്നില്ല. സാധാരണ 8 സ്റ്റാർഡ് ചോദ്യം വരെ ഉന്നയിക്കാൻ ചോദ്യോത്തരവേളയിൽ അവസരം നൽകാറുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ കാര്യമാണ് ADMK നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഭാര്യ K മഞ്ജുഷ ഹൈക്കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ കേസിലെ കുറ്റാരോപിത PP ദിവ്യയ്ക്ക് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നതാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് മഞ്ജുഷ ഹർജിക്കൊപ്പം നൽകിയ രേഖകളാണ് കൈമാറാൻ നിർദ്ദേശം നൽകിയത്. സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ കൈമാറാൻ രജിസ്ട്രിക്ക് ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് നിർദ്ദേശം നൽകിയത്. ദിവ്യ നൽകിയ ഉപഹർജിയിലായിരുന്നു ഈ നടപടി. നേരത്തെ കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും തള്ളിയിരുന്നു. നരഹത്യ സാധ്യത മുൻനിർത്തി നിലവിൽ കേസ് അന്വേഷിക്കുന്ന സംഘം അന്വേഷണം നടത്തുന്നില്ലെന്നും നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണെന്ന തീരുമാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം എന്നുമായിരുന്നു മഞ്ജുഷ സമർപ്പിച്ച അപ്പീലിൽ വ്യക്തമാക്കിയിരുന്നത്. കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണോ എന്നത് SIT അന്വേഷിക്കുന്നില്ല. നിലവിലെ അന്വേഷണം തെറ്റായ ദിശയിലാണെന്നും അന്വേഷണം CBI ഏൽപ്പിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഫലപ്രദമായ അന്വേഷണം നടത്തുന്നില്ലെന്നും പ്രതി ചേർക്കപ്പെട്ട PP ദിവ്യയ്ക്ക് ഉന്നത സ്വാധീനമുണ്ടെന്നും അപ്പീലിൽ ആരോപിച്ചിരുന്നു. വസ്തുതകൾ ശരിയായി വിശകലനം ചെയ്യാതെയാണ് സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയതെന്നും അപ്പീലിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ നരഹത്യ സാധ്യത അടക്കം അന്വേഷിക്കാൻ തയ്യാറാണെന്ന സർക്കാർ വാദം അംഗീകരിച്ചുകൊണ്ട് ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് അപ്പീൽ തള്ളുകയായിരുന്നു. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ A ഗീതയുടെ റിപ്പോർട്ട് വളരെ നിർണായകമായി മാറിയിരുന്നു. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ല. PP ദിവ്യ ആരോപണങ്ങൾ ഉന്നയിച്ചത് തെളിവുകളില്ലാതെയാണ്. യാത്രയയപ്പിന് PP ദിവ്യ ആരും ക്ഷണിച്ചിട്ടില്ല. ആദ്യം സംസാരിക്കാൻ വിസമ്മതിച്ച PP ദിവ്യ പിന്നീട് പറഞ്ഞത് ഈ വഴിക്ക് പോകുമ്പോൾ കയറിയെന്നാണ്. പിന്നീടാണ് നവീൻ ബാബുവിനെതിരെ സംസാരിച്ചത്. നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിന് അവരെത്തിയത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്. നവീൻ ബാബുവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളിൽ വിശദമായ അന്വേഷണം വേണമെന്നും A ഗീതയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, ഈ റിപ്പോർട്ടിൽ യാത്രയപ്പ് ചടങ്ങിലേക്ക് PP ദിവ്യയെ ക്ഷണിച്ചിട്ടില്ലെന്ന് കളക്ടറേറ്റ് ജീവനക്കാർ സ്ഥിരീകരിക്കുന്നതായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. PP ദിവ്യ ചടങ്ങിലെത്തിയത് ക്ഷണിക്കാതെയാണെന്ന് സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി C ജിനേഷ് മൊഴി നൽകിയിരുന്നു. ദിവ്യയുടെ പ്രസംഗത്തിന് പിന്നാലെ നവീൻ ബാബു ദുഃഖിതനായെന്നും നവീൻ ബാബു കൈക്കൂലി വാങ്ങാത്ത ആളാണെന്നും C ജിനേഷ് മൊഴിയിലുണ്ട്. നവീൻ ബാബുവും ജില്ലാ കളക്ടർ നല്ല ബന്ധത്തിലായിരുന്നില്ലെന്നാണ് നവീൻ ബാബുവിന്റെ CA റീന PR മൊഴി. സ്ഥലമാറ്റം കിട്ടിയിട്ട് നവീൻ ബാബുവിനെ പത്തനംതിട്ടയിലേക്ക് പോകാൻ കളക്ടർ അനുവദിച്ചില്ലെന്നും മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, പത്തനംതിട്ട കളക്ടർ ആവശ്യപ്പെട്ടിട്ടും കണ്ണൂർ കളക്ടർ വഴങ്ങിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങളും മൊഴിയിലുണ്ട്. സ്റ്റാഫ് കൗൺസിലിന്റെ മൊഴി പ്രകാരം യാത്രയപ്പ് ചടങ്ങ് വാട്സാപ്പ് ഗ്രൂപ്പിൽ മാത്രമാണ് അറിയിച്ചിരുന്നതെന്നും യാതൊരു വിധത്തിലുള്ള നോട്ടീസോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും PRDയെ പോലും അറിയിച്ചിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നവീൻ ബാബുവിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ശരിയല്ലെന്ന് ADMന്റെ ഡ്രൈവർ A ഷംസുദ്ദീനും മൊഴി നൽകിയിട്ടുണ്ട്. കൈക്കൂലി വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. NOC വൈകി കിട്ടിയ സംഭവങ്ങളിൽ അഴിമതി നടന്നിട്ടില്ലെന്ന് അപേക്ഷകരും പറഞ്ഞ കാര്യമാണ്. നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് ആരും പറഞ്ഞതായി ഇതുവരെ കേട്ടിട്ടില്ല എന്നും മൊഴികളിൽ വ്യക്തമാണ്. എന്തായാലും ഇത്തരത്തിൽ അദ്ദേഹം കൈക്കൂലിക്കാരനല്ല എന്ന് തെളിയിക്കുന്ന ഒരുപാട് മൊഴികളും അത്തരത്തിൽ റിപ്പോർട്ടും കൂടി സമർപ്പിക്കപ്പെട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ PP ദിവ്യയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്.
മാത്രമല്ല ഈ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നീക്കത്തിൽ കുടുംബത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. എങ്കിൽ പോലും സുപ്രീം കോടതിയിലേക്ക് നീങ്ങുമെന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. അത്തരത്തിലൊരു നീക്കമുണ്ടോ എന്ന ചോദ്യം ഇവിടെ ശക്തമാവുകയാണ്. നവീൻ ബാബുവിനെതിരെയുള്ളത് വെറും ആരോപണം മാത്രമായിരുന്നു, അദ്ദേഹം കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നതെല്ലാം ജനങ്ങൾക്ക് അറിയാമെന്നും മഞ്ജുഷയും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത് ഇപ്രകാരമാണ്. അതായത് CBI അന്വേഷണം തള്ളിയത് നിലപാട് ദുഃഖകരമാണ്. അദ്ദേഹം കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന് എല്ലാ ജനങ്ങൾക്കും അറിയാം. പെട്രോൾ പമ്പിന് അനുമതിക്കായി ഒരു കാലതാമസവും നവീൻ ബാബു വരുത്തിയിട്ടില്ല. മറ്റു വകുപ്പുകളിൽ നിന്ന് പേപ്പർ കിട്ടാനുള്ള കാലതാമസം മാത്രമാണ് ഉണ്ടായതെന്നും ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചിരുന്നു. എന്തായാലും ഇത്തരത്തിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മന്ത്രി K. രാജൻ നവീൻ ബാബു കുറ്റക്കാരനല്ല എന്ന രീതിയിൽ സംസാരിച്ചിരിക്കുന്നത് തീർത്തും ഈ കേസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായി മാറിയിരിക്കുകയാണ്. PP ദിവ്യയ്ക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് ഈ ഒരു നിലപാട് മാറിയിരിക്കുന്നത്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു അദ്ദേഹത്തിൻ്റെ സ്ഥലം മാറ്റം കിട്ടിയതുമായി ബന്ധപ്പെട്ട് നടന്ന യാത്രയയപ്പ് ചടങ്ങിനിടെയായിരുന്നു PP ദിവ്യ ആ ചടങ്ങിലേക്ക് എത്തിയതും അതുപോലെ തന്നെ അദ്ദേഹം ഒരു അഴിമതിക്കാരനാണ് എന്ന രീതിയിൽ സംസാരിച്ചതും ഇത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയും പിന്നാലെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതൊരു കൊലപാതകമാണോ എന്ന സംശയം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഈ അന്വേഷണം നല്ല രീതിയിലല്ല, അല്ലെങ്കിൽ അന്വേഷണം ഏത് രീതിയിൽ അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നതടക്കമുള്ള ആശങ്ക കുടുംബവും പങ്കുവയ്ക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കുടുംബം CBI അന്വേഷണവുമായി രംഗത്ത് വന്നത്. പക്ഷേ കോടതി ആ ഒരു ആവശ്യത്തെ നിരാകരിച്ചു. എന്തായാലും സുപ്രീം കോടതിയിലേക്ക് നീങ്ങുക എന്ന നീക്കത്തിലാണ് കുടുംബം ആയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.